ഗായ്സ്, തെക്കിനിയിൽ പുക്കനാണോ? തമിഴത്തിൽ നാഗവല്ലിയല്ലേ? ഇതല്ലേ നിങ്ങളിൽ കുറച്ചുപേരുടെയെങ്കിലും സംശയം? എനിക്കും കുട്ടിക്കാലത്ത് മണിച്ചിത്രത്താഴ് കണ്ട ആ സമയത്ത് തെക്കിനിയിലേക്ക് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ആരൊക്കെയോ ആ തെക്കിനിയല്ല ഈ തെക്കിനി എന്നൊക്കെ പറഞ്ഞ് പതുക്കെ പേടി മാറി. പക്ഷേ അവിടെ വെച്ച് എപ്പോഴോ എനിക്ക് നാഗവല്ലിയുടെ അല്ലെങ്കിൽ ഗംഗയുടെ പ്രേതം കൂടിയിട്ടുണ്ടോ എന്നൊക്കെ തോന്നാറുണ്ട്. കാരണം പഴമയോടെ അല്ലെങ്കിൽ പഴയ വസ്തുക്കളോട്, പണ്ടത്തെ നാട്ടിൻപുറങ്ങളിലുണ്ടായിരുന്ന നന്മയോട് എനിക്ക് വല്ലാത്തൊരു ഭ്രമമാണ്. അതുകൊണ്ട് തന്നെ അന്യനാട്ടിൽ 5-8 വർഷം മുമ്പ് വീടെടുത്തപ്പോഴും പലയിടത്തും പഴമയുടെ എലമെൻറ്റ്സ് ഞാൻ കുത്തിക്കേറ്റിട്ടുണ്ട്. പക്ഷെ മുഴുവനായും ചെയ്തില്ല, കാരണം ഫാമിലിയിൽ മറ്റുള്ളവരുടെ ഇഷ്ടം കൂടി നോക്കണമല്ലോ, അല്ലേ? എൻ്റെ പഴമയോടുള്ള ഇഷ്ടം കാരണം സുഹൃത്തുക്കൾ പോലും ഇതുപോലുള്ള ഗിഫ്റ്റൊക്കെയാണ് തന്നിരിക്കുന്നത്. ഒരു ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണിത്. അപ്പോൾ ഈ വട്ടിൻ്റെ പുറത്ത്, ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് പഴയകാല വിഭവങ്ങളിട്ടപ്പോൾ കുറച്ച് പേര് കാണുന്ന ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയധികം ആൾക്കാർ പഴയകാല വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒപ്പം ആശ്ചര്യമായിരുന്നു. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. തുടർന്നും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ആടിക്കോളൂ, കൂടി ഇഷ്ടം പോലെ ആടിക്കോളൂ എന്നല്ലേ നിങ്ങൾ പറയുന്നത്. അപ്പം ഞാനിങ്ങനെ പഴയകാല വിഭവങ്ങൾ ഇട്ടപ്പോൾ കണ്ണൂരിലെ പിറന്നാളൂട്ട് മാക്രിയുടെ റെസിപ്പി ഇട്ടായിരുന്നു. പക്ഷേ ഒരാൾ സ്നേഹത്തോടെ വന്ന് അത് തിരുത്തി തന്നു. മാക്രിയല്ല, അത് മാക്രിയാണ് എന്ന്. അതിൻ്റെ പിറകിലുള്ള മിത്തും ഇതുപോലെ ഒരുപാട് അറിവുകൾ എനിക്ക് ഇതിൽ പിന്നെ അറിയാൻ കഴിഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിലല്ലാതെ പുറത്ത് എവിടെ നിന്നും ഇതൊന്നും കഴിച്ചിട്ടില്ല. ഒരു പുസ്തകത്തിലും ഇതൊന്നുമില്ല. അപ്പോൾ മാക്രി എന്നുള്ളത് കുട്ടിക്കാലത്ത് ഞാൻ കേട്ടത് മാക്രി എന്നായിരിക്കാം, അല്ലെങ്കിൽ അത് എൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ലോപിച്ച് മാക്രി ആയതായിരിക്കാം. അതുപോലെ എൻ്റെ തറവാട്ടിൽ നിന്നും ഞാൻ കഴിച്ചൊരു വിഭവമാണ് ഈ പുക്കൻ. അവിടെ നിന്നല്ലാതെ ഞാൻ വേറെ എവിടെയും ഇത് കണ്ടിട്ടുമില്ല, ഞാൻ രുചിച്ചിട്ടുമില്ല. ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവാം, കഴിച്ചിട്ടുണ്ടാവാം. ഇതിലെന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിക്കണം. കുഞ്ഞുനാളിൽ തറവാട്ടിൽ പോയി കഴിഞ്ഞാൽ തെക്കിനിയിലെ അമ്മമ്മ നീട്ടി വിളിക്കും, കുഞ്ഞേ ആ ചക്രമാൻ്റെ ചൂട്ട് പോയിട്ട് കുറച്ച് മാക്കൊരട്ട പെറുക്കി കൊണ്ടുവന്നാട്ടെ, അമ്മമ്മക്ക് പുക്കൻ ഉണ്ടാക്കണം എന്ന്. എൻ്റെ അമ്മമ്മയുടെ ചേച്ചിയാണ് ഈ തെക്കിനിയിലെ അമ്മമ്മ. എൻ്റെ അമ്മമ്മ പുക്കൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഓടിക്കും, ഒന്ന് പോയാൽ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. പക്ഷേ ഈ തെക്കിനിയിലെ അമ്മാമ്മക്ക് ഒരുപാട് മക്കളും കൊച്ചുമക്കളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ജോലി സംബന്ധമായ തിരക്കുമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും തെക്കിനിയിലെ അമ്മാമ്മ തനിച്ച് ഒരാളെയും ആശ്രയിക്കാതെ, ഒരാളെയും കൂസാതെ വാർദ്ധക്യം ശരിക്കും എൻജോയ് ചെയ്ത ഒരു സ്ത്രീയായിരുന്നു. ഇനി കൊച്ചുമക്കളൊക്കെ വന്ന് ഞങ്ങളെപ്പോലെ പുക്കൻ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്കിനിയിലമ്മമ്മ വടക്കോറത്തെ അടുപ്പിൽ ചപ്പിട്ട് കത്തിച്ച് തനിയെ അങ്ങ് പുക്കൻ വെക്കൽ തുടങ്ങും. തെക്കിനിയിലമ്മാമ്മയെ തകർക്കാൻ ഒരാൾക്കും ആവില്ല. അപ്പോൾ നേരിൽ കണ്ട ആ തെക്കിനി അമ്മമ്മയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനാദ്യം വേണ്ടത് കഞ്ഞിവെള്ളമാണ്. പണ്ട് കഞ്ഞിക്കാലത്തിൻ്റെ ഏറ്റവും അടിയിലുള്ള കഞ്ഞിവെള്ളമാണ് ഇതിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. 3 ദിവസത്തെ കഞ്ഞിവെള്ളം ഇങ്ങനെ ഒഴിച്ച് വെച്ച് ഫെർമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ ഈ കഞ്ഞിവെള്ളം 3 ദിവസത്തേക്ക് അടച്ച് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. ഇതാ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇതിന് നല്ല കള്ളിൻ്റെയൊക്കെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കുക. ഇനി വേണ്ടത് നുറിയരിയാണ്, അതായത് പൊടിയരി എന്ന് പറയും. ഇതിന് ഉണക്കലരിയോ അല്ലെങ്കിൽ പുഴുങ്ങലരിയോ എടുക്കാം. ഉണക്കലരി ഉണ്ടെങ്കിൽ ഉണക്കലരി എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിതിന് വേണ്ടിയിട്ട് 4 പിടി എടുക്കുകയാണ്. ഇത് കഴുകി വൃത്തിയാക്കി നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. പിന്നെ വേണ്ടത് തവിടാണ്. ഈ തവിട് നെല്ല് കുത്തിക്കൊണ്ടുവരുന്ന അരി ആദ്യം അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന തവിടല്ല, ലാസ്റ്റ് അരിയെല്ലാം പാറ്റി കഴിയുമ്പോൾ നുറിയ അരി കലർന്ന കുറച്ച് തവിടുണ്ടാവും, അതാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇവിടെ എനിക്ക് എവിടെ തവിട് കിട്ടാനാണ്? ഞാൻ കുറേ കടയിൽ പോയി. അപ്പോൾ പശുക്കൾക്കൊക്കെ കൊടുക്കുന്ന തവിട് അവിടെ കണ്ടു. അത് അൺഹൈജീനിക്കായി തോന്നിയതുകൊണ്ട് അത് ഞാൻ വാങ്ങിയില്ല. പിന്നെ ആമസോണിൽ നോക്കിയപ്പം നല്ല ബ്രാൻഡിൻ്റെ തവിടൊന്നും എൻ്റെ സെർച്ചിൽ വന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നെല്ലുണ്ടായിരുന്നു, പിന്നെ അൺപോളിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് അരി ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടി ഒന്ന് കുത്തിയിട്ട് അതിൽ നിന്ന് അരിച്ചെടുത്ത തവിടാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ശരിക്കും അവിടെ മില്ലോ അരിമില്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ പോയിട്ട് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇനി വേണ്ടത് കുറച്ച് തേങ്ങ ചിരവിയതാണ്, പിന്നെ കുറച്ച് ജീരകം വേണം. അപ്പോൾ ഈ തേങ്ങയും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കണം, അധികം അരിയാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ചതക്കുക മാത്രം ചെയ്യുക. പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളകാണ്. ആ കുരുമുളക് ഇതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ജീരകവും തേങ്ങയും അതുപോലെ ചതച്ചെടുക്കുകയാണ്. ഇതൊക്കെ ഒരു കൈ അളവാണ് കേട്ടോ.
ഇതാ ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ അമ്മമ്മ തേങ്ങ ഇല്ലെങ്കിൽ തേങ്ങ ഇടാതെയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ആ കഴുകി വെച്ച അരി അടുപ്പത്ത് വേവാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. ഇനി അതിലേക്ക് 3 ദിവസം ഫെർമെൻ്റ് ചെയ്ത ഈ കഞ്ഞിവെള്ളം നമ്മൾ ഒഴിക്കുവാണ്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച കുരുമുളക് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഒപ്പം ഈ തവിട് കൂടി അതിൻ്റെ കൂടെ ഇനി ചേർക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് വേവാൻ വെക്കുക. നമ്മൾ പറയാറില്ലേ കഞ്ഞി, കണ്ണൂരിൽ പറയാറുണ്ട് കഞ്ഞി ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇതെന്താ വെന്ത് പുക്കൻ പോലെ ആയല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ വേവണം, പുക്കനെ പോലെ തന്നെ ഇത് വേവണം. ഒരുപാട് സമയമെടുക്കും. അതിനിടയ്ക്ക് നിങ്ങൾക്ക് വെന്തില്ലാന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി വേവാൻ പേഷ്യൻസ് എടുത്തിട്ട് കാത്തിരിക്കണം. ഇതിൽ വെജിറ്റബിൾ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ ChatGPTയോട് ചുമ്മാ ഒന്ന് ഉണ്ടാക്കുന്നതിന് മുമ്പ് ചോദിച്ചു നോക്കിയപ്പം പുള്ളിക്കാരൻ അതിൽ വെജിറ്റബിളൊക്കെ ഇടാറുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ അമ്മമ്മ ഇതുവരെ വെജിറ്റബിൾ ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അത് അമ്മമ്മയുടെ അടുത്ത് വെജിറ്റബിൾ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നോട് ഈ മാങ്ങ കൊരട്ട പെറുക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സീഡ് ചില സമയത്ത് ഇടുന്നത് കണ്ടിട്ടുണ്ട്, എല്ലാ സമയത്തും ഇടാറില്ല. അപ്പോൾ ഈ സീഡിനെ ഭയങ്കരമായിട്ട് ഉണങ്ങി അണ്ണാരക്കണ്ണനൊക്കെ കടിച്ചിട്ട് ഇട്ടത് കുറേ കാലം അവിടെ കിടന്നിട്ട് അത് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മളത് കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിലുള്ള സീഡ് എടുത്തു കഴിഞ്ഞാൽ അത് മോശമാവാത്ത സീഡാണെങ്കിൽ അതിന് ഒരു ചവർപ്പും ഉണ്ടാവില്ല. അപ്പോൾ ആ സീഡും കൂടി ഇട്ടാലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ മാങ്ങ വാങ്ങിയിട്ട് സീഡ് നോക്കിയത്. പക്ഷേ ഭയങ്കര ചവർപ്പായിരുന്നു. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പുക്കൻ കൊള്ളാവെന്ന് തോന്നിയതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. അമ്മമ്മ സീഡ് ഇടാതെയും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചു. പിന്നെ ഈ സീഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഓടായി തോന്നുമോ എനിക്കറിയില്ല. കണ്ണൂരിൽ ഇതിന് വേറെ ഭാഷയാണ് പറയുക. അപ്പോൾ ആ ഭാഷ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അൺപാർലമെൻ്ററി ആയി പോകും. അതുകൊണ്ട് ഞാനത് മനഃപൂർവ്വം ആ വാക്ക് യൂസ് ചെയ്യാത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച തേങ്ങയും ജീരകവും ചേർക്കാം. ഒപ്പം ChatGPTയുടെ ഒരു തമാശ കൂടി പറയാം. ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് അരി ഇതിൽ ചേർക്കാറേ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മമ്മ ഇതിൽ അരി ചേർക്കാറുണ്ടല്ലോ. അപ്പം ഓ ആണോ, ഇത് അതിനേക്കാൾ വളരെ പഴകിയ പുക്കനിൽ അവരരി ചേർക്കാറുണ്ടെന്ന്. പാവല്ലേ. എന്തായാലും പുള്ളിക്കാരൻ ഇത്രയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നില്ലേ, അത് തന്നെ വലിയ കാര്യം. താങ്ക് യു ChatGPT. താങ്ക് യു ജെമിനി. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള പുക്കൻ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ കഴിച്ചാണ് നമ്മുടെ അമ്മമ്മമാരൊക്കെ 90 വയസ്സിന് മീതെയൊക്കെ ജീവിച്ചിരുന്നത്. അപ്പോൾ വീണ്ടും ഒരു നല്ല വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ബൈ. താങ്ക് യു.